നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നവകേരളം പടുത്തുയർത്തേണ്ടത് കാർഷിക മേഖലയെ അവഗണിച്ചായിരിക്കരുതെന്ന് നെൽകർഷകർ. നെല്ല് സംഭരണ തുക നൽകിയില്ല. കോട്ടയത്ത് നെൽകർഷകർ പാടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞിരപ്പള്ളി വികസന കുതിപ്പിൽ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ പുരോഗമിക്കുന്നു. പണികൾ നടക്കുന്നത് 2 സ്ഥലങ്ങളിലായി. മതമൈത്രിയുടെ നിറകുടമായി എരുമേലി. ചന്ദനക്കുടത്തിനും പേട്ടതുള്ളലിനും എരുമേലി ഒരുങ്ങി. കർശന നിയന്ത്രണവുമായി പോലീസ് സേന. വാർത്തകൾ വിശദമായി. നവകേരളം പടുത്തുയർത്തേണ്ടത് കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ടല്ലെന്ന് നെൽകർഷകർ. നെല്ലിന്റെ സംഭരണ തുക കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് നടത്തിയ സമരത്തിലാണ് സർക്കാർ നടപടികളോടുള്ള എതിർപ്പ് കർഷകർ പ്രകടിപ്പിച്ചത്. 3 ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് പറഞ്ഞ സംവരണ തുക മാസങ്ങൾ കഴിഞ്ഞിട്ടും കർഷകർക്ക് ലഭിക്കാത്തതിനെതിരെ കോട്ടയത്ത് പാടി ഓഫീസിന് മുമ്പിൽ അപ്പർ കുട്ടനാടൻ കാർഷിക വികസന സമിതി സമരം നടത്തി. സ്വർണം പണയം വെച്ചും വായ്പയെടുത്തും കൃഷി ഇറക്കിയ നൂറുകണക്കിന് കർഷകരാണ് നെല്ല് തുക കിട്ടാത്തത് കൊണ്ട് കടക്കണിയിലായിരിക്കുന്നത്. നവകേരളവുമായി മുന്നോട്ടു പോകുന്ന സർക്കാർ കർഷകരുടെ വേദന കൂടി മനസ്സിലാക്കണമെന്നും നെല്ല് സംഭരണ കുടിശ്ശിക ഉടൻ നൽകണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ ജില്ലാ സെക്രട്ടറി AK ദിലീപ് ആവശ്യപ്പെട്ടു. ഒരു നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 1 ഏക്കറിലെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 25,000 രൂപയ്ക്ക് മേൽ ചെലവ് വരുന്ന ഒരു സാഹചര്യത്തിലാണ്. മാത്രവുമല്ല, നെല്ല് കൊടുക്കുന്ന സമയത്ത് റെഡി പൈസയായിട്ട് ഏതാണ്ട് 10,000 രൂപയോളമെങ്കിലും 1 ഏക്കർ നമുക്ക് ചെലവാകുന്ന സാഹചര്യത്തിലാണ്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് മാസങ്ങൾ ഇതിന്റെ പണം ലഭ്യമാകുന്നതിന് വേണ്ടി നോക്കിയിരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടുതാലി പണയം വെച്ച് കൃഷി ചെയ്യുന്ന അങ്ങേയറ്റം ദരിദ്രരായ കർഷകരുള്ള നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ജീവിതം കടക്കണിയിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമാണ്. അത്തരമൊരു സാഹചര്യം നിർഭാഗ്യവശാൽ 1-2 സീസണായിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ടോമി തുരുത്തുമാലിൽ, ജേക്കബ് തോമസ് നീണ്ടൂർ, സാബു VCM, സലീം കൈപ്പുഴമൂട്ട്, പ്രമോദ് ഐമനം, ജെയ്മോൻ കരിമഠം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ പുരോഗമിക്കുന്നു. 2ഇടങ്ങളിലായാണ് പണികൾ നടന്നുവരുന്നത്. കാഞ്ഞിരപ്പള്ളിയുടെ സ്വപ്ന പദ്ധതിയായ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 2ഇടങ്ങളിലായാണ് നിർമ്മാണം നടക്കുന്നത്. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ ഉയർന്ന ഭാഗങ്ങൾ ഇടിച്ചു നിരത്തിയും താഴ്ന്ന ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയുമാണ് റോഡ് പണിത് വരുന്നത്. ഈ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. ഗുജറാത്ത് കേന്ദ്രമായുള്ള ബാക്ക് ബോൺ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നിർമ്മാണ ജോലികൾ നടത്തുന്നത്. കാഞ്ഞിരപ്പള്ളി ദേശീയപാത 183-ൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ വളവിൽ നിന്നും ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർ പുഴയ്ക്കും കുറുകെ പാലം നിർമ്മിച്ച് പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ദേശീയപാതയിൽ പ്രവേശിക്കുന്ന ബൈപ്പാസിന് 1.80 കിലോമീറ്റർ ദൂരമാണുള്ളത്. സ്വകാര്യ വ്യക്തികളുടെ 8 ഏക്കറോളം സ്ഥലമാണ് ഇതിനായി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. പദ്ധതിക്കായി 26.16 കോടി രൂപ കിഫ്ബി മുഖേന അനുവദിച്ചിട്ടുണ്ട്. 2025 മാർച്ച് 3-നകം പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മതമൈത്രിയുടെ പ്രതീകങ്ങളായ ചന്ദനക്കുട ആഘോഷത്തിനും പേട്ടതുള്ളലിനും എരുമേലി ഒരുങ്ങി. വ്യാഴാഴ്ച വൈകിട്ട് ചന്ദനക്കുടവും വെള്ളിയാഴ്ച പകൽ പേട്ടതുള്ളലും എരുമേലിയിൽ നടക്കും. മതമൈത്രിയുടെ പ്രതീകമായ എരുമേലി ചന്ദനക്കുടം പേട്ടതുള്ളൽ ആഘോഷങ്ങൾക്കായി ഒരുങ്ങി. ചന്ദനക്കുടം വ്യാഴാഴ്ചയും പേട്ടതുള്ളൽ വെള്ളിയാഴ്ചയുമാണ്. വ്യാഴാഴ്ച വൈകിട്ട് 6:15-ന് ചന്ദനക്കുട ഉത്സവത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചന്ദനക്കുട ഘോഷയാത്രയുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും മന്ത്രി VN വാസവൻ നിർവഹിക്കും. രാത്രി 7:30-ക്ക് ആരംഭിക്കുന്ന ചന്ദനക്കുട ഘോഷയാത്ര വെള്ളിയാഴ്ച പുലർച്ചെ 2:30-ന് പള്ളി അങ്കണത്തിൽ സമാപിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കൊച്ചമ്പലത്തിന് മുകളിൽ ശ്രീകൃഷ്ണപരന്ത് വട്ടമിട്ട് പറക്കുന്നതോടെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കും. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് 6:30-ന് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടകെട്ട് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, എരുമേലി. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അപ്പർ കുട്ടനാട്ടിലെ നെല്ല് സംഭരിച്ച തുക ഉടൻ നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. അപ്പർ കുട്ടനാട്ടിലെ നെല്ല് സംഭരണത്തിന്റെ തുക ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം തിരുനക്കരയിലെ സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി കുഞ്ഞ് ഇല്ലംപള്ളി സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ സംഭരിച്ചതിന്റെ പണം കൃത്യമായി കർഷകർക്ക് നൽകുമ്പോൾ ഇതിന്റെ കണക്ക് പോലും കൃത്യമായി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് കുഞ്ഞ് ഇല്ലംപള്ളി കുറ്റപ്പെടുത്തി. കൃത്യമായി കൊടുക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനും സപ്ലൈകോയ്ക്കും ഉത്തരവാദിത്തമുണ്ട്.
നെല്ല് കൃത്യമായി അതിന്റെ പ്രോസസിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിലേക്ക് കൊടുത്താൽ കേന്ദ്രം കൃത്യമായി അതിന്റെ പണം നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ സത്യമാണ്. പക്ഷെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളം കൃത്യമായ കണക്ക് കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായ ഒരു സത്യമായി അഭിഷേകിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് തോമസ് കുട്ടി മണക്കുന്നേൽ സമരത്തിൽ അധ്യക്ഷനായി. അനിൽ മലരിക്കൽ, റോയ് ജോൺ ഇടയത്തറ, ജോൺ ചാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാട്ടർ തീം പാർക്ക് സ്ഥാപിക്കുന്നതിനായുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘം കുമരകം ചീപ്പുങ്കൽ സന്ദർശിച്ചു. ആഭ്യന്തര ടൂറിസത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. വാട്ടർ തീം പാർക്ക് സ്ഥാപിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘം കുമരകത്തെയും ചീപ്പുങ്കലിലെയും സ്ഥലങ്ങൾ സന്ദർശിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിനായി ചീപ്പുങ്കൽ, കുമരകം എന്നിവിടങ്ങളിൽ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും KTDCയുടെയും കീഴിലുള്ള സ്ഥലങ്ങളാണ് സന്ദർശിച്ചത്. ആഭ്യന്തര ടൂറിസത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും കുമരകത്തോ അയ്മനത്തോ ഭൂമി ലഭ്യതയനുസരിച്ച് പദ്ധതി വേഗത്തിൽ നടപ്പാക്കുമെന്നും കുമരകം ടൂറിസം മേഖലയിൽ കുതിപ്പേകുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ടൂറിസം രംഗത്ത് വിദേശികളും സ്വദേശികളുമായ ഒട്ടനവധി സഞ്ചാരികൾ ഒഴുകിയെത്തുമെങ്കിലും ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സൗകര്യങ്ങൾ യഥാർത്ഥത്തിൽ കുമരകത്തും അയ്മനത്തും ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ ആഭ്യന്തര ടൂറിസത്തിൻ്റെ ഒരു വികാസവും ഒപ്പം ഇവിടെ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്കും എല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലൊരു വാട്ടർ തീം പാർക്ക് കുമരകത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അയ്മനത്ത് ഇവിടെ എവിടെയാണോ നമുക്ക് സൗകര്യപ്രദമായി സ്ഥലം കിട്ടുന്നത് ആ സ്ഥലത്ത് തുടങ്ങണമെന്നൊരു ആഗ്രഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പദ്ധതിയും എസ്റ്റിമേറ്റും തയ്യാറാക്കും. കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു, അയ്മനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ്, വൈസ് പ്രസിഡന്റ് VK ജോഷി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് വാസു, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ S ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതി തയ്യാറാക്കുന്ന വിദഗ്ധരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരിശുദ്ധമായ സാധനങ്ങൾ മാത്രം ലഭിക്കുന്ന ചിറക്കടവിലെ ഗോൾഡൻ ഗ്രെയിൻ എന്ന സൂപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കളുടെ ശ്രദ്ധ നേടുന്നു. ഗ്രീൻ ലീഫ് കമ്പനിയുടെ സാധനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങൾ, ചെറുധാന്യങ്ങൾ, ധാന്യപ്പൊടികൾ ഇവയെല്ലാം ഇവിടെ നിന്നും ലഭിക്കും. വീട്ടാവശ്യങ്ങൾക്കായുള്ള കലർപ്പില്ലാത്ത ശുദ്ധമായ സാധനങ്ങൾ മാത്രം ലഭിക്കുന്ന ചിറക്കടവിലെ ഗോൾഡൻ ഗ്രെയിൻസ് എന്ന സ്ഥാപനം ഏവരുടെയും ശ്രദ്ധ നേടുന്നു. ഓർഗാനിക് സാധനങ്ങളാണ് ഇവിടെ കൂടുതലായും ലഭിക്കുന്നത്. ഗ്രീൻ ലീഫ് എന്ന കമ്പനിയുടെ ശുദ്ധമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കും. ഉണക്കമുന്തിരി, നിലക്കടല, പൊട്ടുകടല, മെയ്സ്, ബദാം, കശുവണ്ടിപ്പരിപ്പ്, അൾജീരിയൻ ഈന്തപ്പഴം എന്നിവയെല്ലാം ഇവിടെ ലഭിക്കും. കൂടാതെ അത്തിപ്പഴം, ഈന്തപ്പഴം, വിവിധ തരത്തിലുള്ള മീൻ അച്ചാറുകൾ, ഉണക്കമീൻ ചമ്മന്തി, ഏത്തക്കാപ്പൊടി, കടലമാവ്, കുരുമുളക് പൊടി, ചുക്കുപൊടി, മിക്സഡ് വെജിറ്റബിൾ അച്ചാർ, ഉലുവ, കായം, ജീരകം പൊടികൾ ഇവയെല്ലാം ഇവിടെ ലഭിക്കും. ശുദ്ധമായ വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഇവിടെ കിട്ടും. കൂടാതെ റെഡി ടു കുക്കിനായി മസാല പുരട്ടിയ മീനുകൾ, ഇറച്ചി ഇവയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും പരിശുദ്ധമായ മായം ചേർക്കാത്ത സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു സംരംഭം ആരംഭിച്ചതെന്ന് മാനേജിംഗ് പാർട്ണർമാരായ സതീഷ് ചന്ദ്രനും സുരേഷ് ബാബുവും പറഞ്ഞു. പുതിയ ഒരു ആശയം പ്രാവർത്തികമാക്കുകയാണ് ലക്ഷ്യമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. നമ്മളിത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ ഉൽപ്പാദകരായിട്ടുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. അതുതന്നെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്, മായം ചേർക്കാത്തത്, കളറോ പ്രിസർവേറ്റീവുകളോ ഒന്നും ചേർക്കാത്ത ഏറ്റവും ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വിൽക്കപ്പെടുന്ന ഐറ്റംസ് എല്ലാം തന്നെ. അത് നമ്മുടെ ഈ ഏറ്റവും അടുത്തുള്ള വാഴൂരെ വിക്ടറി മിൽസിൽ നിന്നുള്ള പൊടി ഐറ്റങ്ങൾ, അതുപോലെ തന്നെ അവരുടെ അച്ചാറുകൾ, മസാലക്കൂട്ടുകൾ, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചില റെഡി ടു കുക്കായിട്ടുള്ള ചില ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. മത്സ്യം, മാംസമൊക്കെ തനത് രീതിയിലും അതല്ലാതെ ക്ലീൻ ചെയ്ത് മസാല പുരട്ടി നേരെ വറുത്തെടുക്കാവുന്ന രീതിയിലും, വെജിറ്റബിളും ആ രീതിയിൽ തന്നെ നമുക്ക് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് സൗകര്യപ്രദമായി ആകുന്ന രീതിയിൽ അതിനെയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നേരെ കൊണ്ടുപോയി പാചകം ചെയ്താൽ മാത്രം മതി. അത്തരത്തിലെ ആൾക്കാർക്ക് ഈ ഒരു ഞങ്ങളുടെ ഇതിൻ്റെ ശുദ്ധമായ സാധനം കൊടുക്കുക എന്നുള്ളതുപോലെ തന്നെ
ഈ അടുക്കള ജോലിയുടെ ഒരു മടുപ്പിൽ നിന്നും അടുക്കള ജോലിയിലേക്ക് കൂടുതൽ സമയം ചെലവാക്കേണ്ടി വരുന്നതിൽ നിന്നുമൊക്കെ വീട്ടമ്മമാർക്ക് ഒരു മോചനം കൂടെ ഇതിലൂടെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിന് സമീപം പ്ലാവൂരിൽ ബിൽഡിംഗിലാണ് ഗോൾഡൻ ഗ്രെയിൻസ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ പണിത കംഫർട്ട് സ്റ്റേഷൻ കാട് പിടിച്ച് നശിക്കുന്നു. 2019 പണി പൂർത്തിയാക്കിയ കംഫർട്ട് സ്റ്റേഷൻ ഒരു ദിവസം പോലും പ്രവർത്തിച്ചിട്ടില്ല. പാലാ സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഉപയോഗിക്കാനായി പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർമ്മിച്ച കെട്ടിടമാണ് കാട് കയറി നശിക്കുന്നത്. 5 മുറികളുള്ള ശൌചാലയം 5 ലക്ഷത്തിൽ പരം രൂപ മുടക്കി നിർമ്മിച്ചതാണ്. പാലാ നഗരസഭയുടെ ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണം. 2019 ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തീകരിച്ച ശൌചാലയം ഒരു ദിവസം പോലും പ്രവർത്തിച്ചിട്ടില്ല. നഗരസഭ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ആവശ്യത്തിനായി ജല അതോറിറ്റി വെള്ളം നൽകാത്തതാണ് തടസ്സത്തിന് കാരണം. പൊതുജനങ്ങളെ വലയ്ക്കുന്ന അധികൃതരുടെ പിടിവാശിക്കെതിരെ പൗരസമിതി പ്രവർത്തകനായ പി പോത്തൻ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകുകയും RDO ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് മുൻപിൽ ആവശ്യം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ആയിട്ടില്ല. നിലവിൽ പ്രദേശം കാടുപിടിച്ച് കിടക്കുന്നതിനാൽ ഇവിടെ ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും വിഹാര കേന്ദ്രമാണ്. കംഫർട്ട് സ്റ്റേഷൻ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയാത്ത വിധവും തകർന്നുപോയി. ക്ലോസറ്റുകളും കോൺക്രീറ്റും സാമൂഹ്യ വിരുദ്ധർ തകർത്തിട്ടുണ്ട്. കതകുകളും തകർന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. 31ാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന് പാലാ ഒരുങ്ങി. ജനുവരി 12 മുതൽ 16 വരെയാണ് ഹിന്ദു മഹാസംഗമം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. 31ാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമം ജനുവരി 12 മുതൽ 16 വരെ തീയതികളിൽ പാലാ വെള്ളപ്പാട്ട് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. 12ാം തീയതി ഉച്ചകഴിഞ്ഞ് 4:30 ശോഭയാത്രയോടെ സംഗമ പരിപാടികൾക്ക് തുടക്കമാകും. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഹിന്ദു മഹാസംഗമം ഉദ്ഘാടനം ചെയ്യും. വിവിധ ദിവസങ്ങളിലായി പ്രഗത്ഭർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ ഉണ്ടാവും. സനാതന ധർമ്മ സംരക്ഷണത്തിന് വിലയേറിയ സംഭാവനകൾ നൽകുന്നവരെ ആദരിക്കുവാൻ മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമം ഏർപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ പി ചിദംബരനാഥ് സ്മാരക വീരമാരുതി പുരസ്കാരം കേരളത്തിൽ നിന്നുള്ള കർമ്മസേവകരെ നയിച്ച VK വിശ്വനാഥ്, RSS പൊൻകുന്നം ജില്ലാ സംഘചാലക് KNR നമ്പൂതിരി സമർപ്പിക്കും. 6:30 നടക്കുന്ന ഉദ്ഘാടന സഭയിൽ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും പ്രബുദ്ധ കേരളത്തിന്റെ ചീഫ് എഡിറ്റർ നന്ദാത്മജാനന്ദ സ്വാമികൾ വിവേകാനന്ദ സന്ദേശം നൽകുന്നതും വിശ്വ ഹിന്ദു മിഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ VR രാജശേഖരൻ അയോധ്യവും ഭാരതവും എന്ന വിഷയത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നതാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്ഷേത്ര സമുച്ചയമായിട്ട് മാറാൻ പോകുന്നത്. അന്ന് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത 60 കർഷകരെ നമ്മൾ ഈ സമ്മേളനത്തിന്റെ സമാപന ദിവസം ആദരിക്കുന്നുണ്ട്. RSSന്റെ അഖിലേന്ത്യാ പ്രജ്ഞാപ്രഭ ശ്രീ J നന്ദകുമാർ അദ്ദേഹമാണ് ഇന്നത്തെ പ്രധാന പ്രോഗ്രാമിൽ അന്നത്തെ സമാപന സഭയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ KK ഗോപകുമാർ, VC ചന്ദ്രൻ, TN രാജൻ, ഡോക്ടർ NK മഹാദേവൻ, പ്രവീൺ ഹരിദാസ്, CK അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: ഏലിക്കുളം കൃഷിഭവൻ പരിധിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ധനസഹായം നൽകുന്നു. കുറഞ്ഞത് 25 സെന്റെങ്കിലും കൃഷി ചെയ്തിട്ടുള്ളവർ ജനുവരി 12-നകം തന്നാണ്ടത്തെ കരമടച്ച രസീത്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് ഇവ സഹിതം കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോറം കൃഷിഭവനിൽ ലഭിക്കും. ഏലിക്കുളം കൃഷിഭവനിൽ പരിശോധനയ്ക്കായി നൽകിയ മണ്ണിന്റെ പരിശോധനാ ഫലം എത്തിയിട്ടുണ്ട്. സാമ്പിൾ നൽകിയ കർഷകർ റിസൾട്ട് കൈപ്പറ്റണമെന്ന് കൃഷി ഓഫീസർ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരളം പടുത്തുയർത്തേണ്ടത് കാർഷിക മേഖലയെ അവഗണിച്ചായിരിക്കരുതെന്ന് നെൽകർഷകർ. നെല്ല് സംഭരണ തുക നൽകിയില്ല. കോട്ടയത്ത് നെൽകർഷകർ പാടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞിരപ്പള്ളി വികസന കുതിപ്പിൽ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ പുരോഗമിക്കുന്നു. പണികൾ നടക്കുന്നത് 2 സ്ഥലങ്ങളിലായി. മതമൈത്രിയുടെ നിറകുടമായി എരുമേലി. ചന്ദനക്കുടത്തിനും പേട്ടതുള്ളലിനും എരുമേലി ഒരുങ്ങി. കർശന നിയന്ത്രണവുമായി പോലീസ് സേന. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.